നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കെമിസ്ട്രിയിൽ നിന്നും അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കാണ്. PSCയുടെ എല്ലാ എക്സാമിനേഷനും സയൻസിൻ്റെ ഭാഗത്ത് കെമിസ്ട്രിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അയിരുകളും ധാതുക്കളും. മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഒരു ലോഹം അതിൻ്റെ അയിര് തന്നിട്ട് അത് ഏത് ലോഹത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ആ ലോഹത്തിൻ്റെ അയിര് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചോളൂ അയിരുകളും ധാതുക്കളും. ധാതുക്കൾ എന്നാൽ എന്താണ്? ധാതുക്കൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയുമോ? ഭൂവൽക്കത്തിൽ നിന്നും, നമുക്ക് മണ്ണിൽ നിന്നും കിട്ടുന്ന ആണ് ധാതുക്കൾ. ഈ ധാതുക്കളിൽ ലോഹത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലോഹാംശം അടങ്ങിയിട്ടുള്ള ഭൂവൽക്കത്തിൽ നിന്നും കിട്ടുന്ന പദാർത്ഥങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാതുക്കളിൽ നിന്നും നമുക്ക് എന്തെടുക്കാം? ലോഹങ്ങളെ എടുക്കാൻ പറ്റും. അപ്പോൾ ലോഹാംശം അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ്, അത് മണ്ണിൽ നിന്നാണ്, ഭൂവൽക്കത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ലോഹാംശം അടങ്ങിയിട്ടുള്ള ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന പദാർത്ഥങ്ങളെ ധാതുക്കൾ എന്ന് പറയുന്നു. ഇനി അയിരെന്ന് പറയുമ്പോൾ എന്താണ്? ഈ ധാതുക്കളിൽ ഏതിൽ നിന്നാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലോഹത്തിനെ വേർതിരിച്ചെടുക്കുന്നത്, ആ ധാതുവിനെയാണ് നമ്മൾ അയിരെന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റും ക്രയോളൈറ്റും. പക്ഷെ നമ്മൾ ബോക്സൈറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് അലുമിനിയത്തിനെ വേർതിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അലുമിനിയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അയിരെന്ന് പറഞ്ഞാൽ അത് ബോക്സൈറ്റ് ആണ്. അപ്പോൾ ബോക്സൈറ്റും ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ അയിരുകൾ തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ ഏത് ധാതുവിൽ നിന്നാണോ ആ ലോഹത്തിനെ വേർതിരിച്ചെടുക്കുന്നത് അതിനെ നമ്മൾ പ്രത്യേകിച്ച് അയിരെന്ന് വിളിക്കും. ധാതുക്കളിൽ നിന്നും നമ്മൾ ലോഹത്തിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഏത് ധാതുവിലാണോ ഏറ്റവും കൂടുതൽ ലോഹത്തിൻ്റെ അംശമുള്ളത്, ഏത് ധാതുവാണോ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏതിൽ നിന്നാണോ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഏതാണോ ആ ധാതുവിനെ നമ്മൾ അയിരായിട്ട് ചൂസ് ചെയ്യും. എന്നിട്ട് ആ അയിരിൽ നിന്നും നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കും. ഇതാണ് ധാതുക്കളും അയിരുകളും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ക്ലിയർ ആണല്ലോ? എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ധാതുക്കളിൽ ഈ ക്രൈറ്റീരിയ നോക്കിയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്, ലോഹാംശം കൂടുതലുള്ളത്, ചിലവ് കുറഞ്ഞ മെത്തേഡിൽ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതും സിമ്പിൾ മെത്തേഡിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതുമായ ധാതുവിനെ നമ്മൾ ഫിക്സ് ചെയ്യും അയിരായിട്ട്. അപ്പോൾ എല്ലാ അയിരും ധാതുവാണ്, എല്ലാ ധാതുവും അയിരല്ല. അപ്പോൾ ഈ അയിരിൽ നിന്നും നമ്മൾ ലോഹത്തെ ഇങ്ങനെ വേർതിരിച്ചെടുക്കും. അങ്ങനെയാണ് നമുക്ക് ലോഹം കിട്ടുക. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾക്ക് ഇവിടെ കുറച്ച് ലോഹങ്ങളും തന്നിട്ടുണ്ട്, അവയുടെ അയിരുകളും തന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഈ ലോഹത്തിൻ്റെ അയിര് ഏത്? അതിൻ്റെ 4 ഓപ്ഷൻ തന്നിട്ട് നമ്മൾ അതിൽ കറക്റ്റ് അയിരിനെ ചൂസ് ചെയ്യണം. ഈ രീതിയിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 21 ലോഹങ്ങളും അവയുടെ അയിരുകളുടെയും പേര് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിക്കാൻ പോവാം. ഇത്രയും എണ്ണം പഠിക്കണമെന്ന് ഓർത്ത് പേടിക്കേണ്ട. നമുക്ക് ചില ചെറിയ കോഡും ടിപ്പും ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കണ്ടാൽ ആൻസർ കിട്ടണം. ആ രീതിയിൽ നമ്മൾ ഓർത്ത് പഠിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു അലുമിനിയത്തിന് 2 അയിരുകളുണ്ട്, ബോക്സൈറ്റും ക്രയോലൈറ്റും. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റിനെയാണ്. അപ്പോൾ എങ്ങനെ ഓർക്കുക? അലുമിനിയം ബോക്സൈറ്റ്, അലുമിനിയം ബോക്സ് എന്ന് ഓർത്താൽ മതി. പണ്ടൊക്കെ എപ്പോഴും അലുമിനിയം ബോക്സ് ഉപയോഗിക്കും അല്ലേ? അലുമിനിയം ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. അടുത്തത് ഇരുമ്പാണ്. ഇരുമ്പിന് ആക്ച്വലി 3 അയിരുകളുണ്ട്: മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. വ്യാവസായികമായ രീതിയിൽ കൂടുതലും ഇരുമ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഹേമറ്റൈറ്റിൽ നിന്നാണ്. ഹേമറ്റൈറ്റ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് ഓർത്താൽ മതി. ഹീമോഗ്ലോബിനിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അല്ലേ? അയണിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് ഓർത്താലും നമുക്ക് ഇരുമ്പെന്ന് പറയുമ്പോൾ ഹേമറ്റൈറ്റ് എന്ന് കിട്ടും. ഇരുമ്പ് ഹേമറ്റൈറ്റ്. സോഡിയം എങ്ങനെ ഓർക്കണേ? സോഡിയം ക്ലോറൈഡ് ഉപ്പിൻ്റെ രാസനാമമാണല്ലേ? അപ്പോൾ സോഡിയം എന്ന് പറയുമ്പോൾ ഉപ്പ് എന്ന് ഓർത്താൽ മതി. ഉപ്പിൻ്റെ ഇംഗ്ലീഷ് എന്താ? സോൾട്ട്. അപ്പോൾ റോക്ക് സോൾട്ടും ചില്ലി സോൾട്ട് ബീറ്ററുമാണ് സോഡിയത്തിൻ്റെ. പൊട്ടാസ്യം എന്ന് പറയുമ്പം പൊട്ടി എന്ന് ഓർക്കുക. പൊട്ടി എന്താ? പൊട്ടിയെ സാധാരണ റോഡിലൊക്കെ കൂടുതലും ഈ വണ്ടിയുടെയൊക്കെ ലൈറ്റ് അല്ലേ കൂടുതൽ പൊട്ടാൻ സാധ്യത കാണില്ലേ? കാറിൻ്റെ ലൈറ്റ് പൊട്ടി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് പൊട്ടി, എക്സാമ്പിൾ ഇപ്പോൾ പൊട്ടി എന്ത്? കാറിൻ്റെ ലൈറ്റ്, ആ കാറിൻ്റെ ലൈറ്റ് അങ്ങനെ കണക്ട് ചെയ്യണം. പൊട്ടാസ്യം, കാറിൻ്റെ ലൈറ്റ്. മഗ്നീഷ്യം, ആ പേരിലുണ്ട് മഗ്നീഷ്യം, മാഗ്നസൈറ്റ്. മാറിപ്പോരുത്. മാഗ്നറ്റൈറ്റ് എന്ന് ചോദിച്ചാൽ അയണിൻ്റെയാണ്. മാഗ്നസൈറ്റും ഡോളമൈറ്റും 2 ഉണ്ട്. മാഗ്നസൈറ്റും ഡോളമൈറ്റും മഗ്നീഷ്യത്തിൻ്റെയാണ്. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്. അതേപോലെ ഒരു മൈറ്റാണ് ഡോളമൈറ്റ്, ഓർത്ത് വയ്ക്കുക. അടുത്തത് കാൽസ്യത്തിൻ്റെ അയിരാണ് ജിപ്സം. ജിപ്സം ഒരു സം കണക്ഷൻ. ജിപ്സം എന്ന് റിപ്പീറ്റ് ചെയ്ത് 2 തവണ പറഞ്ഞാൽ മതി. അപ്പോൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോഴും കാൽസ്യം കാണുമ്പോൾ അവിടെ ജിപ്സം ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഓർപ്പിച്ചോളും. ജിപ്സം. ടിന്നിൻ്റെ
അയിരാണ് കാസറ്ററൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. കാസറ്റ് പണ്ട് കാലത്ത് കാസറ്റുകൾ ഉപയോഗിക്കുമായിരുന്നു ടേപ്പ് റെക്കോർഡറിലൊക്കെ ഇടാനായിട്ട്. പക്ഷേ ഇന്ന് ആരും കാസറ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ CD യും പിന്നെ അടുത്തടുത്ത ഓപ്ഷൻസായി. അപ്പോൾ പഴയ കാസറ്റുകളൊക്കെ നമ്മളൊരു ടിന്നിലിട്ട് അടച്ചെവിടെയെങ്കിലും തട്ടിൻ്റെ മുകളിലിട്ടു എന്ന് വിചാരിക്കുക. ടിന്നിലിട്ട് അടച്ചിട്ടേക്കുക. എന്ത്? കാസറ്റ്. അപ്പോൾ കാസറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ ടിന്നെന്ന് പറഞ്ഞാൽ കാസറ്റ്. അങ്ങനെ ഓർത്താൽ ടിന്നിൻ്റെത് കാസറ്ററൈറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 7 ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ ഏതാ? അലുമിനിയം ബോക്സൈറ്റ്. രണ്ടാമത്തെ ഏതാ? അയൺ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഹേമറ്റൈറ്റ്. കൂടെയുള്ളത് മാഗ്നറ്റൈറ്റും അയൺ പാരൈറ്റ്സും. പിന്നെ സോഡിയം എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, സോൾട്ട്, ചില്ലി സോൾട്ട് പീറ്റർ, റോക്ക് സോൾട്ട്. പിന്നെ പൊട്ടാസ്യം പൊട്ടി, കാർണലൈറ്റ്. മഗ്നീഷ്യം മാഗ്നസൈറ്റും ഡോളമൈറ്റും. കാൽസ്യം ജിപ്സം. ടിന്ന് കാസറ്ററൈറ്റ്. അടുത്തത് ലെഡിൻ്റെ അയിരാണ് ഗലീന. നിങ്ങൾ ലെഡിൻ്റെ ഇവിടുത്തെ ലാലി എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യട്ടോ. 2 ലെഡ് ഗലീന. അങ്ങനെ ലെഡ് ഗലീന എന്ന് ഓർക്കണം കേട്ടോ. ലെഡ് ഗലീന. സിങ്കിൻ്റെത് കലാമിനും സിങ്ക് ബ്ലെൻഡും. അതെങ്ങനെ ഓർത്തിരിക്കാം? ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ അടുക്കളയിൽ പാത്രം കഴുകുന്ന ആ ഒരു ബേസിന് നമ്മൾ സിങ്ക് എന്നല്ല വിളിക്കുക. അപ്പോൾ ആ സിങ്കിൽ നമ്മൾ കലം കഴുകാൻ കൊണ്ട് വെച്ചു എന്ന് ഓർക്കുക. സിങ്കിൽ കലം വെച്ചു, അങ്ങനെ കലാമിൻ എന്ന് ഓർക്കാം. ഈ കലം സിങ്കിൽ വെച്ച് കഴുകിയപ്പോഴേ കലം കുറച്ച് വലിയ കലമായിരുന്നു. അത് കുറച്ചൊന്ന് ഒരു ബെൻഡായിപ്പോയി, വളഞ്ഞുപോയി. അപ്പോൾ സിങ്കും ബെൻഡായിപ്പോയി, കലവും ബെൻഡായിപ്പോയി, ഏതെങ്കിലും ഒന്ന് ബെൻഡായിപ്പോയി. സിങ്ക് ബ്ലെൻഡ് അങ്ങനെ ഓർക്കുക. അപ്പോൾ സിങ്കിനെ എന്തോർക്കാം? സിങ്കിൽ കലം വെക്കുക എന്ന് വെച്ചിട്ട് കലാമിൻ, പിന്നെ സിങ്ക് ബ്ലെൻഡ്. അടുത്തത് കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെമ്പ് മാലയൊക്കെയാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ചെമ്പ് മാല എന്ന് ഓർക്കണേ. മാലക്കൈറ്റാണ് കോപ്പറിൻ്റെ മാലക്കൈറ്റ്. അടുത്തത് യുറേനിയം പിച്ച് ബ്ലെൻഡ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഓർക്കുക, കോഡൊന്നും കിട്ടിയില്ല. യുറേനിയം പിച്ച് ബ്ലെൻഡ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, യുറേനിയത്തിൻ്റെ അയിര ഏതാ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിച്ചും. യു പറഞ്ഞില്ലെങ്കിൽ പിച്ചും കേട്ടോ. യു ആൻസർ തന്നില്ലെങ്കിൽ പിച്ചും. അപ്പോൾ യുറേനിയം പിച്ച് ബ്ലെൻഡ്. യു പിച്ച് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. നമ്മൾ സെയിം പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ യു പിച്ച് ബ്ലെൻഡ് എങ്ങനെയെങ്കിലും ഓർക്കുക. തോറിയം മോണോസൈറ്റ്. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നമ്മൾ കേരളത്തിൻ്റെ കടൽത്തീരങ്ങളിലൊക്കെ കാണുന്നത് കൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. തോറിയം മോണോസൈറ്റ്. മെർക്കുറി സിന്നബർ. ഇവിടെ എല്ലാം ഒരു ഇറുണ്ടല്ലേ. മെർക്കുറി സിന്നബർ. ഒരു കണക്ഷൻ ഓർത്താൽ മതി. മെർക്കുറി സിന്നബർ കേട്ടോ. അടുത്തത് ഗോൾഡ്, സ്വർണം. നമ്മുടെ സ്വന്തം സ്വർണത്തിൻ്റെ അയിര് ബിസ്മത്തറൈറ്റ് ആണ്. ബിസ് എന്ന് കാണുമ്പോൾ തന്നെ ഓർത്തോ, സ്വർണ്ണ ബിസ്ക്കറ്റ്, ഗോൾഡ് ബിസ്ക്കറ്റ്. അല്ലെങ്കിൽ BIS മുദ്ര സ്വർണത്തിലല്ലേ. അപ്പോൾ ബിസ് കാണുമ്പോഴേ ബിസ്മത്തറൈറ്റ് എന്ന് കാണുമ്പോഴേക്കും നമ്മൾ ഗോൾഡ് ഓർക്കുക. ഓക്കെ. ആൻറ്റിമണി സ്റ്റിപ്പ് നൈറ്റ് ഒരു ഇൻറ്റായും ഇറ്റായും ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. അത് കുറച്ച് നേരം പറഞ്ഞാൽ മതി. ആൻറ്റിമണി സ്റ്റിപ്പ് നൈറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചോളൂ. ബോറോൺ ടിൻകല്ല് കേട്ടോ. ബോറടിക്കുമ്പോൾ ടീ കുടിക്കുമെന്ന് ഓർത്താൽ മതി. ബോറോൺ എന്ന് പറയുമ്പോൾ ബോറടിക്കുമ്പോൾ ടീ. അപ്പോൾ ടീ വെച്ചാൽ എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ടിങ്കൽ എന്ന് കാണും. ഓപ്ഷനിൽ ടീ വെച്ച് മിക്ക ടിങ്കലേ കാണുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരും. ഓക്കെ. ബോറോൺ ടിൻകൽ. അപ്പോൾ ഇത്രയൊന്ന് പറഞ്ഞ് നോക്കാം. ലെഡ് ഗലീന. സിങ്കിൽ എന്താ? കലാമിൻ വളഞ്ഞു, സിങ്ക് ബ്ലെൻഡ്. കോപ്പർ ചെമ്പ്, മാലക്കൈറ്റ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. തോറിയം മോണോസൈറ്റ്. മെർക്കുറി സിന്നബർ. ഗോൾഡ് BIS ബിസ്മത്തറൈറ്റ്. ആൻറ്റിമണി സ്റ്റിപ്പ് നൈറ്റ്. ബോറടിക്കുമ്പോൾ ടിൻകൽ. ഓക്കെ. അടുത്തത് ടൈറ്റാനിയത്തിൻ്റെ അയിര് 2 പഠിക്കുക. റൂട്ടൈനും ഇൽമനൈറ്റും. ടൈറ്റാനിയം റൂട്ടൈൻ. ടൈറ്റാനിയം റൂട്ടൈൻ. പിന്നെ ഇൽമനൈറ്റ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റും റൂട്ടൈനും. മാംഗനീസ് പൈറോലുസൈറ്റ് പഠിച്ചു വെച്ചോളൂ. മാംഗനീസ് പൈറോലുസൈറ്റ്. വനേഡിയത്തിൻ്റെ പെട്രോനൈറ്റ്. വനത്തിൽ കൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ നൈറ്റിൽ പോവുകയാണ്, അങ്ങനെ ഓർക്കുക. വനത്തിൽ കൂടെ നൈറ്റിലാണ് പോകുന്നത്. അപ്പം വനത്തിൽ കൂടെ നൈറ്റിൽ പോയാൽ ഭയങ്കര ഒരു ഭയങ്കര സാഹസമായിരിക്കില്ലേ. നമ്മൾ സാഹസം ചെയ്യാൻ മുദ്രയാണ്. വനത്തിൽ കൂടെ നൈറ്റിൽ പോകുന്ന കാര്യം ഓർത്തത്. വനേഡിയം പെട്രോനൈറ്റ്. വെള്ളി അർജൻറ്റൈറ്റ്. അപ്പോൾ നമ്മൾ ഗോൾഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓപ്ഷൻ വെള്ളിയല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ വെള്ളി അർജൻറ്റായിട്ട് നമ്മൾ വാങ്ങും, അങ്ങനെയൊക്കെ ഓർക്കുക. വെള്ളി അർജൻറ്റൈറ്റ്. അല്ലെങ്കിൽ വെള്ളിയുടെ കറസ്പോണ്ടിങ് സിമ്പൽ വരുന്നത് AG അല്ലേ. അപ്പോൾ അർജൻറ്റൈറ്റ് എന്ന് ഓർത്താൽ മതി. പിന്നെ പ്ലാറ്റിനം ഉണ്ട്, അത് സ്പെറിലൈറ്റ് ആണ്.
ഗോൾഡും വെള്ളിയും പിന്നെ നമ്മൾ സ്പെയർ ആയിട്ട് പ്ലാറ്റിനം കൂടെ വാങ്ങിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ സ്പെയർ ആയിട്ടാണ് പ്ലാറ്റിനം ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെ പ്ലാറ്റിനം സ്പെറിലൈറ്റ്. ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 21 എണ്ണം നമ്മൾ പറഞ്ഞു. നമുക്ക് 21 എണ്ണം കിട്ടുമെന്നൊന്ന് നോക്കിയാലോ, പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ. അലുമിനിയം ബോക്സൈറ്റ്, അലുമിനിയം ബോക്സ്. അയൺ ഹേമറ്റൈറ്റ്, കൂടെയുള്ളത് മാഗ്നറ്റൈറ്റും ഉണ്ട്, അയൺ പൈറൈറ്റ്സും ഉണ്ട്. മൂന്നാമത്തത് സോഡിയം എന്താണ്, സോഡിയം എന്ന് പറയുമ്പോൾ ഉപ്പ് ഓർക്കണം, ചില്ലി സോൾട്ട് ബിറ്റർ, റോക്ക് സോൾട്ട്. പൊട്ടാസ്യം, പൊട്ടിയെന്ത്, കാർലൈറ്റ് അല്ലെ, കാർണലൈറ്റ്. മഗ്നീഷ്യം, മഗ് വെച്ചിട്ട് തന്നെ മാഗ്നസൈറ്റും ഡോളമൈറ്റും. കാൽസ്യം ജിപ്സം. ടിന്ന് എവിടെയാണ്, കാസറ്ററൈറ്റ്. ലെഡ് എല്ല് വെച്ചിട്ട് വരുന്ന ഗലീന. സിങ്കിൽ കലാമിനും സിങ്ക് ബ്ലെൻഡും. കോപ്പർ മാല, ചെമ്പ് മാല, മാലക്കൈറ്റ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. തോറിയം മോണോസൈറ്റ്. മെർക്കുറി സിന്നബർ. ഗോൾഡ് BIS ബിസ്മത്രൈറ്റ്. ആൻറ്റിമണി സ്റ്റിപ്നൈറ്റ്. ബോറോൺ ടിങ്കൽ. ടൈറ്റാനിയം, ടൈറ്റ് വരുന്ന റൂട്ടൈനും ഉണ്ട്, ഇലുമിനൈറ്റും ഉണ്ട്. മാംഗനീസ് നമ്മൾ പഠിക്കാൻ പറഞ്ഞു ഞാൻ, പൈറോലുസൈറ്റ്. മാംഗനീസ് പൈറോലുസൈറ്റ് കേട്ടോ. വനേഡിയം, വനത്തിലെ നൈറ്റിലാണ്, എന്താ നൈറ്റാണ്, പെട്രോനൈറ്റ്. വെള്ളി അർജൻറ്റൈറ്റ്. ആൻഡ് പ്ലാറ്റിനം സ്പെറിലൈറ്റ്. അപ്പോൾ നമ്മൾ ധാതുക്കൾ എന്താണെന്ന് പറഞ്ഞു. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ലോഹാംശം അടങ്ങിയ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങൾ. അതിൽ നിന്ന് നമ്മൾ അയിര് എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ലോഹാംശം കൂടുതലുള്ളത് ഏതാണ്, ഈസിലി അവൈലബിൾ ഏതാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ലോഹത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും സിമ്പിൾ മെത്തേഡിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ അയിരായിട്ട് എടുക്കും. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇനി അയിരിൽ നിന്നും നമ്മൾ ലോഹത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലോഹങ്ങളും അവരുടെ അയിരുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്ര എന്താണെങ്കിലും പഠിക്കുക, മസ്റ്റായിട്ട് ഇത്രയും പഠിച്ചിട്ട് പോവുക. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കിട്ടണം. പ്രിലിംസ് ആയതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ഇതിൽ നിന്ന് തന്നെ കിട്ടും. നന്നായി പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇക്കൂട്ടത്തിൽ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലോഹങ്ങൾ അവയുടെ അയിരുകളും ആഡ് ചെയ്യേണ്ടതുണ്ടെന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. അപ്പോൾ കാണുന്നവർക്ക് അത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.